പ്രണയമൊക്കെ അമ്മാമ്മയെ കണ്ടുപിടിച്ചേക്കുന്നത് പള്ളിക്ക് വെള്ള കളറാണ്. അമ്മാമയും ഫുള്ള് പൊതമുണ്ടും പൊതച്ച് ചട്ടയും മുണ്ടിൽ വരുമ്പോ അമ്മാമയും ഫുള്ള് വെള്ളയും. പ്രണയിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ ഈ അമ്മാമ വന്നത് കണ്ണിപ്പെടൂല. പ്രേമം മൂത്ത് നിൽക്കാണല്ലോ, അന്നേരം പിന്നെ അമ്മാമേനെ കാണുമോ ഭാര്യനെ കാണുമോ? അങ്ങനെ തന്നെയാണ് എന്റെ കല്യാണം വരെ നടന്നത്. ഞാനും റോസ്മിയും കൂടി പള്ളിയിൽ ഇങ്ങനെ പ്രണയിച്ചൊക്കെ നടക്കുന്ന സമയത്ത് അമ്മാമ അത് കണ്ടുപിടിച്ച് അപ്പച്ചനോട് പറഞ്ഞു കൊടുത്ത് അപ്പച്ചൻ നേരെ റോസ്മി വീട്ടിൽ പോയി റോസ്മിയുടെ അപ്പച്ചനോട് പറഞ്ഞ് സടപടേ. ഈ അമ്മാമയിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ചിരിച്ച് കണ്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. ചിരി അടിപൊളിയാണ്. അമ്മാമ കേൾക്കുന്നുണ്ടല്ലോ, ഒളിപ്പിക്കേണ്ട കാര്യങ്ങൾ അമ്മാമേനെ പോലും അറിയാതെ ഒളിപ്പിച്ച് വെക്കുന്ന കൊച്ചു കള്ളനാണ്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനോടൊക്കെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, അത് അങ്ങോട്ട് പോയേക്കാണ് ഇങ്ങനെ തോറും മെസ്സേജ്. ഞാൻ പറഞ്ഞു അത്രയും തള്ളണ്ട. അപ്പൊ അമ്മാമ അവര് കാണുന്നുണ്ടാവില്ല, കുഴപ്പമില്ല. കൊള്ളാലോ അമ്മാമ. എടുത്തു ചോദിക്കും അതാ മറ്റേ കയറിയാ. ഞാൻ പറഞ്ഞല്ലോ കയറും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അമ്മാമ്മയുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം എന്തോ ഒരു ആ കലാകാരി ഉണ്ട്, അല്ലാതെ അങ്ങനെ പറ്റില്ലല്ലോ. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇതേ ഏജിലോ അല്ലെങ്കിൽ ഇതിലും താഴെയുള്ള ഏജിലുള്ള ഒരാളെ കൊണ്ട് ഒരു ഡയലോഗ് പറയിപ്പിക്കുമ്പോൾ ഉള്ള തപ്പലും പേടിയും ആ ഒരു ബ്ലാങ്ക് ആയി പോണ ഒരവസ്ഥ അത് നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പൊ ഇതിനിടയിൽ അമ്മാമ്മ സിനിമയിൽ അഭിനയിച്ചപ്പോഴും അമ്മാമ്മയ്ക്ക് അതൊരു പ്രത്യേകിച്ച് വേറൊരു വിഷയമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അമ്മാമ്മയുടെ മടിയിൽ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മാമ്മ ഇങ്ങനെ ജസ്റ്റ് തലയിൽ ഇങ്ങനെ വാന്തിക്കൊണ്ട് വെറുതെ ഇങ്ങനെ ടിക് ടിക് സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടി, ഒരു സൗണ്ട്. അതെന്താണ്, അത് നല്ല രസമായിരിക്കും. അമ്മാമ്മനെ സങ്കടപ്പെടുത്തണമെന്നും പറയില്ല. നമ്മുടെ ലൈഫിൽ താഴ്ച ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോ അത് അമ്മാമ്മനെ പരമാവധി അറിയിക്കില്ല. നമ്മൾ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങി അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പരസ്യ കമ്പനികൾ നമ്മളെ സമീപിച്ചു. വെളിച്ചെണ്ണ കമ്പനിയുടെ പരസ്യക്കാർ വന്നിട്ട് അമ്മാമ്മനെ ബ്രാൻഡ് അംബാസഡർ ആക്കി ആ ബോട്ടിൽ അമ്മാമ്മയുടെ ഫോട്ടോ വയ്ക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ ബോട്ടിലുമ്പോ തല വെച്ച് കൊടുക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ അതും വെച്ചാൽ പോലെ. ലീവ് കഴിഞ്ഞ് ഞാൻ ഖത്തറിലേക്ക് പോവാണ്. കൊല്ലപ്പം അച്ചാറ്, ചെമ്മീനച്ചാർ, ഇങ്ങനെ പരിപാടികളും നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഖത്തറിലേക്ക് പോയി. അപ്പൊ ഇതിരുത്ത് കഴിക്കുന്ന സമയത്ത് അനൂപേട്ടൻ പറഞ്ഞു, ഇതെവിടെ അച്ചാർ ചെമ്മീനച്ചാർ വീട്ടിലുണ്ടാകുന്നത്? ഇത് കിട്ടില്ല സാധനമുള്ള, ഇത് നിനക്ക് എന്നാ മാർക്കറ്റിൽ ഇറക്കാൻ പോയി. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമസ്കാരം. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഹൈൻഡ് ദ സക്സസിൽ ഇന്ന് എന്നോടൊപ്പമുള്ളത് ശ്രീ ജിൻസൺ, അമ്മമ്മയുടെ കൊച്ചുമോൻ അല്ലേ? അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. അമ്മമ്മ എന്നുള്ള പേരോ അല്ലെങ്കിൽ അമ്മാമ്മന്ന്, ചിലർ അമ്മാമ്മ എന്ന് പറയും, ചിലർ അമ്മമ്മ എന്നാണ് പറയുക അല്ലേ? പക്ഷെ ജിൻസന്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആണ്, കാരണം അത് അമ്മാമ്മയാണെന്നുള്ള കാര്യം. അങ്ങനെ അമ്മാമ്മയുടെ കൊച്ചുമോനാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഈ കൊച്ചുമോനും പറയാനുണ്ട് സക്സസ് സ്റ്റോറി വലിയതായിട്ട് തന്നെ നമ്മുടെ അടുത്ത്. കാരണം ഒരുപാട് വിചാരിക്കാതിരുന്ന സമയത്ത് തന്നെ ചുമ്മാ ഇരുന്ന അമ്മാമ്മയുടെ കൂടെ ചൊല്ലി നിങ്ങൾ വർത്താനം പറഞ്ഞതൊക്കെ വെറുതെ ഒരു യൂട്യൂബ് എന്ന ഒരു കണ്ടന്റ് നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞ് അതിൽ വെറുതെ തുടങ്ങിയ ഒരു സംഭവം ഇന്ന് എനിക്കിതിന് മുമ്പേ ജിൻസിനെ പരിചയമുള്ളതാണ്. അപ്പോൾ ജിൻസിന് ഇന്ന് വലിയ ആ ഒരു നോർത്ത് പറവൂർ വലിയ ഒരു സംരംഭമായിട്ട് ഇന്നിപ്പോൾ ലോകം മുഴുവൻ എത്രയോ ആൾക്കാരാണ് നിങ്ങളുടെ പിക്കിളിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. അങ്ങനെ വലിയൊരു ബിസിനസ്സിലേക്ക് എത്തിയ ഒരു വലിയൊരു സക്സസ് സ്റ്റോറിയാണ് നമുക്ക് പറയാനുള്ളത്. യെസ് ജിൻസൺ, നമുക്ക് തുടക്കത്തിൽ തന്നെ തുടങ്ങാം. ആ യൂട്യൂബ് കണ്ടന്റൊക്കെ ശരിക്കും ജിൻസൺ ചുമ്മാ തമാശയ്ക്ക് വേണ്ടിയിട്ട് നേരം പോക്കിന് തുടങ്ങിയതാണോ? അമ്മാമ്മ ഉള്ളതുകൊണ്ട് മാത്രം സക്സസ് ആയിട്ടുള്ള ഒരാളാണ് ഈ യൂട്യൂബിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും. അതാണ് യാഥാർത്ഥ്യം. ശരിക്കും അമ്മാമ്മയുടെ പ്രിയപ്പെട്ട കൊച്ചുമോനാണ്. അതെ ആണോ? അപ്പൊ അമ്മാമ്മയുടെ ആദ്യത്തെ ആൺകുട്ടികളിലെ പേരക്കുട്ടിയാണ് അത്. അപ്പൊ അങ്ങനെ അമ്മാമ്മയുടെ ഹൃദയം പിടിച്ചു പറ്റിയ ഒരു പേരക്കിടാവാണ്. അതായത് ആൺകുട്ടികളുടെ ഒരു പ്രത്യേകത അറിയാലോ, ആ ഒരു സ്ട്രഗിളിങ്ങിന്റെ ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത് ഇവരുടെ അടുത്തായിരിക്കും. അപ്പൊ ആ സ്ട്രഗിളിങ്ങും ആ ഒരു വഴിവെട്ടുന്ന സ്റ്റൈലും കാര്യങ്ങളും ഇതെല്ലാം കണ്ടതുകൊണ്ടും അമ്മാമയ്ക്കൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമല്ലോ. അമ്മാമ്മയുടെ വിശേഷങ്ങൾ എന്തൊക്കെ? അമ്മാമ്മ സുഖമായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം. ഇപ്പൊ 91 വയസ്സാണ്. 91 വയസ്സ്. ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. അതുകൊണ്ട് ഐസ്ക്രീമും ചിക്കനുമാണ് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം. അപ്പൊ അത് ഇടക്കിടക്ക് ഇങ്ങനെ പോകും. പിന്നെ രാവിലെ ഒരു ഗ്ലാസ് പാലുണ്ടെങ്കിൽ ഹാപ്പി. അമ്മാമ്മോട് പറഞ്ഞിട്ടാണ് ഇപ്പൊ വന്നിരിക്കണേ. അമ്മാമ്മനെ കുറിച്ച് പറയാൻ പോവാണ്. ഞാൻ അമ്മാമ്മനെ കുറിച്ച് മാത്രമല്ലേ പറഞ്ഞു. അതെ പറഞ്ഞേ. അപ്പൊ അമ്മാമ്മ എന്ത് പറഞ്ഞു വിട്ടു ഇങ്ങനെയൊക്കെ പോന്ന് പറഞ്ഞപ്പോ? പറയടാ, അടിപൊളിയായിട്ട് പറ, ഞാൻ അന്വേഷിക്കുന്നൊക്കെ പറയാം എല്ലാവരോടും. അമ്മാമ്മേനെ കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മമ്മയുടെ ഹെൽത്തും ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വരണ്ടേ. ഇതിനകത്ത് മെയിൻ കാര്യം ഇത്രയും ദൂരം യാത്ര ചെയ്ത് മുകളിലൊക്കെ കയറി വരുമ്പോ അമ്മാമക്ക് പിന്നെ റെസ്റ്റ് ചെയ്യണം. അപ്പൊ
നമ്മൾക്ക് എല്ലാവർക്കും അത് ഉദ്ദേശിക്കുന്ന ഔട്ട് കിട്ടൂല. അമ്മാമ്മ പക്ഷെ വീട്ടിലാണെങ്കിലും ആള് പുലിയായിട്ട് ഉഷാറാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു അമ്മാമ്മയുടെ ഇവരുടെ ലോകവും ഫാക്ടറിയും ഇതൊക്കെ കാണാനായിട്ട് ഞങ്ങൾ ഒരു സംഗതി വരാം. തീർച്ചയായും വരണം. എന്ന് വന്നാലും ഓക്കെ ആണല്ലോ. ഇന്ന് വന്നിരുന്നെങ്കിൽ ഞണ്ടച്ചാറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, അതൊക്കെ കഴിക്കായിരുന്നു. എന്താച്ചാറായിരുന്നു? ഞണ്ടാ. ഞണ്ടിന്റെ ഉള്ളിലത്തെ മീറ്റൊക്കെ തല്ലി പൊട്ടിച്ചെടുത്ത് അത് വെച്ചിട്ടൊരു അച്ചാർ ഉണ്ടാക്കണം. അത് ഞങ്ങള് സൈറ്റിലൊന്നും സെയിലിന് വിട്ടിട്ടില്ല. അത് ഞങ്ങളോട് അത്രയും പ്രിയപ്പെട്ട് സ്പെഷ്യൽ ഉണ്ടോ എന്ന് ചോദിച്ച് എപ്പോഴും വാട്സപ്പിൽ എൻക്വയറി നടത്തുന്ന, വളരെ അച്ചാറിനോട് ഇഷ്ടം കൊണ്ട് നമ്മളോട് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി മാത്രം ഇപ്പൊ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. അത് അത്രയും കിട്ടുള്ളൂ, വളരെ കുറച്ച് കിട്ടുന്നത് കുറവല്ല. ഒരു 20 കിലോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന അച്ചാർ എന്ന് പറയുന്നത് ഒരു 4 കിലോ ആയിരിക്കും. അപ്പൊ ഇത് ആകെ 8 പേർക്ക് കൊടുക്കുമ്പോഴേക്കും തീരും. അപ്പൊ ഇതിങ്ങനെ വളരെ കുറച്ച്. അപ്പൊ ഇപ്പൊ അത് കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ പിക്കിളൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഫസ്റ്റ് എല്ലാം റെഡി ആക്കി കഴിയുമ്പോൾ ഫസ്റ്റ് ടേസ്റ്റ് കൊടുക്കുന്ന അമ്മാമയ്ക്കാണോ? ആദ്യമൊക്കെ അമ്മാമയ്ക്കാണ് കൊടുത്തിരുന്നത്. പിന്നെ നമുക്ക് മനസ്സിലായി ഇതാണ് ഇതിന്റെ ഒരു ഇത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അമ്മാമനെ കൊണ്ട് എന്താണ് കുറവെന്ന, അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്കാണെങ്കിലും അറിയാൻ പറ്റും. എല്ലാം കൊണ്ട് അമ്മാമനെ കൊണ്ട് കഴിപ്പിച്ച് നോക്കൂല. കാര്യം നമ്മളിപ്പോ സ്ഥിരം ഒരു ഇതിലിങ്ങനെ നിൽക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം വന്നിട്ടുണ്ടോ. അതല്ല ഇനി എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യണമെങ്കിൽ അമ്മാമ എന്തൊരു മാറ്റം ഫീൽ ചെയ്യണ്ടല്ലോ ഒന്ന് കഴിച്ചു നോക്കിയെന്ന് പറയുമ്പോൾ അമ്മാമ പറയും അതിനകത്ത് ഇപ്പോൾ ഒന്നില്ലെങ്കിൽ കായം കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചൊറുക്ക കുറഞ്ഞിട്ടുണ്ട്, ഉപ്പ്, അത് പറയുമ്പോൾ അമ്മ അത് ക്ലിയർ ചെയ്യും, കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ. അപ്പൊ ഈ അമ്മാമ്മയുടെ കൊച്ചുമോനെ ചെറുപ്പത്തിൽ ഒരു ആൺകുട്ടിയും കൂടി ആകുമ്പോഴത്തേക്ക് കുസൃതിത്തരങ്ങളും കുറേ ഓരോ വിശേഷങ്ങളും സ്കൂളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അതൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയും അറിയാതെ രഹസ്യമായിട്ട് ചെയ്തു കൂട്ടുന്ന കുറേ കള്ളത്തരങ്ങളൊക്കെ ഇല്ലേ, ഇതെല്ലാം ചെന്ന് പറയുന്നതും സംസാരിക്കുന്നതും എല്ലാം അമ്മാമ്മയുടെ അടുത്തായിരുന്നോ? ഇതിനകത്ത് കള്ളത്തരം എന്ന് പറയാൻ പറ്റൂല. ജീവിതത്തിലെ പ്രണയമൊക്കെ അമ്മാമ്മയെ കണ്ടുപിടിച്ചേക്കണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ ചുറ്റിയുള്ള പ്രേമവും കാര്യങ്ങളൊക്കെ. ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലേ, പള്ളിക്ക് വെള്ള കളറാണ്, അമ്മാമയും ഫുള്ള് പൊതമുണ്ടും പൊതച്ച് ചട്ടയും മുണ്ടിൽ വരുമ്പോ അമ്മാമയും ഫുള്ള് വെള്ളയാണ്. അപ്പൊ ഈ പ്രണയിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിക്കണതിന്റെ ഇടയിൽ ഈ അമ്മാമ വന്നത് കണ്ണിപ്പെടൂല. ബാക്കിയുള്ളവരൊക്കെ കളർ ഡ്രസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അമ്മാമ ഈ കുഞ്ഞിക്കൂടി ഇങ്ങനെ എന്താണെന്നുള്ള രീതിയിൽ വരുമ്പോ അടുത്ത് വന്നിട്ടായിരിക്കും, പിടി വീണ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിത് അമ്മാമനെ കാണുന്നത് തന്നെ. അമ്മാമ അത് അങ്ങനെ തന്നെയാണ് എന്റെ കല്യാണം വരെ നടന്നത്. ഞാനും റോസ്മിയും കൂടി പള്ളിയിൽ ഇങ്ങനെ പ്രണയിച്ചൊക്കെ നടക്കുന്ന സമയത്ത് അമ്മാമ്മ അത് കണ്ടുപിടിച്ച് അപ്പച്ചനോട് പറഞ്ഞു കൊടുത്ത്, അപ്പച്ചൻ നേരെ റോസ്മി വീട്ടിൽ പോയി റോസ്മിയുടെ അപ്പച്ചനോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയി. ഓക്കെ. അപ്പൊ ഇത് അമ്മാമ്മ കണ്ടുപിടിച്ച് കഴിയുമ്പോ തന്നെ അമ്മാമ്മയുടെ വക ഒരു ശകാരമോ അല്ലെങ്കിൽ ഒരു ഉപദേശമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശകാരിക്കാനൊന്നുമില്ല, നേരെ വീട്ടിൽ അപ്പച്ചനോട് പറഞ്ഞു കൊടുത്തിട്ട് അത് നടത്തി കൊടുക്കണോട്ടോ. അവര് ഓക്കെയാണ്. അതായത് അവളെയും ഇഷ്ടപ്പെട്ട അമ്മാമ്മക്ക് ഞാൻ ബൈക്കിൽ കയറ്റി എന്നിട്ട് കൊണ്ടുപോകണതും കണ്ടെന്നാണ് പറയണേ അമ്മാമ്മ. പള്ളിന്ന് ഞങ്ങള് ഒന്ന് കറങ്ങാനും കൂടി പോയായിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ നേരമായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യാനുണ്ട്, ഇവരെന്താണ് വർത്താനം അറിഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, പള്ളിയും വെള്ള, അമ്മാമ്മയുടെ പൊതമുണ്ടും വെള്ള, ചട്ടയും മുണ്ടും വെള്ള, മൊത്തം വെള്ളമായതുകൊണ്ട് ഇതിനകത്തേക്ക് നോട്ടം പോയില്ല. പ്രേമം മൂത്ത് നിൽക്കാണല്ലോ, അന്നേരം പിന്നെ അമ്മാമ്മേനെ കാണുമോ ഭാര്യനെ കാണുമോ, അതല്ലേ. അപ്പൊ എന്നാലും ഈ സ്കൂളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോഴും അമ്മാമ്മയും മോൻ വരുന്നത് കാത്തിരിക്കുകയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേൾക്കാനായിട്ടും അങ്ങനെയൊക്കെ. കാത്തിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാമ്മ ഉണ്ടാക്കുന്ന ഒരു വിഭവം ഉണ്ടായിരുന്നേ അന്ന്. അതായത് മുട്ടച്ചുരുട്ടെന്നും പറഞ്ഞിട്ടൊരു സംഭവം. അത് ഇടയ്ക്കൊക്കെയാണ് അമ്മാമ ഉണ്ടാക്കി വെക്കുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് വീടെത്തനേക്കാളും മുമ്പ് തന്നെ അതിന്റെ സ്മെല്ല് കിട്ടും. അത് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ സാധാരണ മിച്ചർ, കപ്പലണ്ടി ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കുള്ളൂ. മുട്ടച്ചുരുട്ടിന്റെ മണം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചു അമ്മാമ അടുക്കളയിൽ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മൈദയിൽ മുട്ട അടിച്ചൊഴിച്ചിട്ട് അതിന്റെ നടുക്ക് തേങ്ങ ചിരണ്ടിയതും പഞ്ചസാരയും കശുവണ്ടിയും ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അതിന്റെ സെന്ററിൽ വെച്ചിട്ട് ചുരുട്ടി ഇത് ചൂടാക്കി മറ്റേ നെയ്യൊക്കെ തേച്ചിട്ട് ഒരു പരിപാടിയാണത്. അത് അന്നത്തെ കാത്തിരിപ്പിന്റെ ഒരു സാധനമായിരുന്നു. അപ്പൊ അമ്മാമ എന്തായാലും 4 മണിയാകുമ്പോ നമ്മളെ വെയിറ്റ് ചെയ്താണല്ലോ ഇരിക്കണത്. അതിലുപരി ഞങ്ങള് വെയിറ്റിംഗ് ആണ്. ഇന്ന് അമ്മാമ്മയുടെ പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾക്ക് വൈകുന്നേരം സ്നാക്സിന് എന്നുള്ള ആ ഒരു വെയിറ്റിംഗിന് അമ്മയാണെങ്കിലും ഉഴപ്പും. അമ്മ ഈ മിച്ചർ, ടൈഗർ ബിസ്ക്കറ്റ്, അങ്ങനത്തെ മിച്ചർ, അങ്ങനെയുള്ള പരിപാടികൾ. അമ്മാമ്മയാണ് ഇങ്ങനത്തെ വെറൈറ്റി പിടിക്കുന്നത്, പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പം അച്ഛനും അമ്മയും തമ്മില് മക്കളുടെ അടുത്ത് നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലോ കുസൃതിത്തരങ്ങൾ കാണിക്കുമ്പോഴോ അച്ഛനും അമ്മയും ദേഷ്യപ്പെടും അല്ലേ? അപ്പൊ ആ സമയത്ത് പ്രൊട്ടക്ഷനാണ് എപ്പോഴും. എന്നെ മാത്രമല്ല അനിയന് വെറുതെ ഇരുന്നേടാന്ന് പറഞ്ഞിട്ട്. പിന്നെ അമ്മാമ്മയുടെ എപ്പോഴും ഓർക്കാൻ തക്കവണ്ണം ഒരുപക്ഷെ ഞങ്ങൾ എല്ലാ പേരക്കുട്ടികൾക്കും കിട്ടിയേക്കുന്ന ഒരു സംഭവം ഉണ്ട്. അമ്മാമ്മയുടെ മടിയിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പൊ TV കാണുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയാണ്, അമ്മാമ്മയുടെ മടിയിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
അമ്മാമ്മ ഇങ്ങനെ ജസ്റ്റ് തലയിൽ ഇങ്ങനെ മാന്തിക്കൊണ്ട് വെറുതെ ഇങ്ങനെ ടിക് ടിക് സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടി. പക്ഷെ ഒരു സൗണ്ട് അത് എന്താണ്, അത് നല്ല രസമായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കും അമ്മാമ എന്തെന്നാണത്, നിറച്ച് പേനാണ്, പേനൊന്നല്ല, എന്തോ ഒരു സൗണ്ടാണ്. ഇങ്ങനെ കാണിച്ചിട്ട് വെറുതെ വെറുതെ ഇങ്ങനെ തലമാന്തി അത് അമ്മാമ്മയുടെ ഒരു ഹോബിയാണ്. ഞങ്ങള് മടിയിൽ പേനല്ല, പക്ഷെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ഒരു രസമുള്ള പരിപാടിയായിരുന്നു. അത് ചിരിക്കും. ഇത് പ്രശ്നമാണ്. അമ്മാമ്മ എങ്ങനെ സ്നേഹത്തോടെ കൊച്ചുമോനെ വിളിക്കണേ? ജിൻസാൻ തന്നെയാണ്. ആണോ? വേറെ നിങ്ങളുടെ ഇടയിൽ വേറെ ചെല്ലപ്പേര് അങ്ങനെ ഒന്നും ഇല്ല? ഓക്കെ. അമ്മാമയൊന്നും അങ്ങനെ, ബാക്കി എല്ലാരും എടാ എടാ എന്നൊക്കെ വിളിക്കുമ്പോഴും അമ്മാമയാണ് പേരെടുത്ത് വിളിക്കുന്നത്. ജിൻസോ ജിൻസോ എന്നാണ് ആ വിളി. എടാന്നൊന്നല്ല വിളിക്കുന്നത്. ജിൻസോ ജിൻസോ ആ സാധനമാണ്. ലെക്സന ലെക്സോ ലെക്സോ ആ സാധനമാണ്. പിന്നെ ഞങ്ങളുടെ ജോമോളെ വിളിക്കുന്നത് ജോളു എന്നാണ്. ജോളു ആ വിളിയാണ്, എല്ലാരും പേരാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ചെറുപ്പം മുതൽ ജിൻസന്റെ ചെറുപ്പകാലം മുതൽ ഓർമ്മ വെച്ചപ്പോ മുതൽ അമ്മാമ്മ കൂടെയുണ്ട്. അമ്മാമ്മയുടെ ചുറ്റിപ്പറ്റി അമ്മാമ്മയുടെ വിശേഷങ്ങളും കാര്യങ്ങളും. അമ്മാമ്മ കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, അമ്മാമ്മ ഏകദേശം ഈ ഒരു ലുക്കുമാണ് ഞങ്ങള് കാണുമ്പോ മുതല് ചട്ടയും മുണ്ടും ഈ ഒരു ലുക്കാണ്, ഈ ചുളുക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ട്. ഒരു പക്ഷെ ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാം പറയുമ്പോ എല്ലാം പറയണമല്ല. ഇപ്പൊ നമുക്കുള്ളിൽ ഒരു സാധനം ഫീൽ ചെയ്യുന്നുണ്ട് പ്രായത്തിന്റെ, അതായത് ഒരു വ്യത്യാസം. കുറച്ചും കൂടി കുഞ്ഞിതായ ആള്, കുറച്ചും കൂടി ആള് ക്യൂട്ടുമായി, കുറച്ച് കുഞ്ഞിതുമായി. അതെന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതാണ് അത്. പക്ഷെ ആള് ഉഷാറിൽ കുറവൊന്നുമില്ല, പക്ഷെ എവിടെ ഒരു പമ്മല് വന്നേക്കണ ഒരു സാധനം. അത് ജിൻസിന് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ജിൻസിന് എപ്പോഴും ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന, ജിൻസിന്റെ കൂടെ നിൽക്കുന്ന ഒരു അപ്പൊ ഞാൻ ഇങ്ങനെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടപ്പോഴും മുടിയൊക്കെ ഇങ്ങനെ വേറെ നരച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അമ്മാമ്മയുടെ മുടി. ഇപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ നരച്ചു തുടങ്ങിയിട്ടുണ്ട്. മുഖമൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ പങ്ങിയത് പോലെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതൊരു സാധനം. അതാ പ്രായത്തിൻ്റെതായിട്ടുള്ള ഓരോ ഇതാണ്. നമ്മളും മാറിയിട്ടുണ്ടല്ലോ, നമ്മളും ഇങ്ങനെ ആയിരുന്നില്ല, വളരെ മാറ്റം. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അതാ. പക്ഷെ നിങ്ങളിലെ മാറ്റി ഇപ്പൊ ജിൻസൺ പറയുമ്പോൾ ജിൻസന്റെ വളർച്ച അമ്മാമ്മ നോക്കുമ്പോൾ ഇത്രയുള്ള കുഞ്ഞിൽ നിന്നും ജിൻസൺ ഇപ്പൊ ഇത്രയും വലിയൊരു പയ്യനായിട്ട് നിൽക്കുക. ജിൻസന്റെ ഓർമ്മയിൽ അമ്മാമ്മ എന്നും ചട്ടയും മുണ്ടും നിൽക്കുന്ന ആ ഒരു പ്രകൃതത്തിൽ കണ്ടിട്ടില്ല. അമ്മാമനെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, വെള്ളപ്പൊക്ക ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ നമുക്ക് ഡ്രസ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോ ചട്ടയും മുണ്ടൊന്നും കിട്ടിയില്ല. ഒരു നീല കളറിലെ നൈറ്റി ഇട്ടിട്ട് അമ്മാമനെ എന്റെ ലൈഫിൽ ആ ഒരു ദിവസം മാത്രം ഞാൻ. എന്നിട്ട് ഏതാണ് ഇഷ്ടം? ചട്ടയും മുണ്ടും. മറ്റേത് ഇട്ട് കണ്ടിട്ട് തന്നെ എനിക്ക് സങ്കടം വരും. അത് പറ്റൂല. അമ്മാമക്ക് ആ ഒരു ചേരുമല്ലോ, ഒരു മേലങ്കി പോലെ, അതല്ല അമ്മാമ ഈ വാലൊക്കെ വെച്ച് ഈ ചട്ടി മുണ്ടൊക്കെ കുത്തി ചട്ടയൊക്കെ കുത്തി ഇങ്ങനെ പമ്മി നടക്കുന്ന അമ്മാമ. ഈ അമ്മാമനെ പൊട്ട് കുത്തിക്കുക, അമ്മാമയുടെ മുടി ജീവിക്കിട്ട, ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ ജിൻസന്? അതൊന്നും അമ്മാമ സമ്മതിക്കൂല. ഇല്ല, പൊട്ടൊന്നും കുത്തൂല അമ്മാമ. അപ്പാപ്പ മരിച്ചതിന് ശേഷം പൊട്ടൊന്നും ചെയ്യാറില്ല. നിങ്ങളായിട്ട് അങ്ങനെ ട്രൈ ചെയ്തിട്ട്? നമ്മളമ്മയുടെ ഒരു ആക്ടിവിറ്റിയിലും കേറി ഇൻവോൾവ് ചെയ്ത് വേറൊരു ആളാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. അമ്മാമയായിട്ട് ഇരിക്കാനുള്ള ആ ഒരു കംഫർട്ട് ആയിട്ട് ഇരിക്കാനുള്ള ഒരു സോൺ ഉണ്ടാക്കി കൊടുക്കാന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ലൈഫിലെ ജിൻസിന്റെ എല്ലാ കാര്യവും ആദ്യം പോയി പറയണതും ഈ അമ്മാമ്മയുടെ അടുത്താണോ? എല്ലാം നല്ലത് എല്ലാം എന്നല്ല, എന്നാലും അമ്മാമനെ സങ്കടപ്പെടുത്തണമൊന്നും പറയൂല. ഇല്ല, എന്തിന്, അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ ലൈഫിൽ താഴ്ചയുണ്ടാവും, ഉയർച്ചയുണ്ടാവും. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോ അത് അമ്മാമനെ പരമാവധി അറിയിക്കൂല. ഓക്കെ, മാറി നിൽക്കും അമ്മാമയുടെ അടുത്ത്. കാര്യം അമ്മാമക്ക് മനസ്സിലാവും പെട്ടെന്ന്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അമ്മാമയുടെ അടുത്ത് നിന്ന് വിട്ടിക്കും. അതാണ്. അപ്പൊ ചോദിക്കും എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഇതില്. വേറൊരു കാര്യം, ഞാൻ ബാക്കി ഒരു വേറിട്ടൊരു സംഭവം, ഞാൻ ഇന്ന് വരെ ലൈഫിൽ അമ്മാമ നഖം വെട്ടണം കണ്ടിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. കടിക്കോ? ഇല്ല, കടിക്കാൻ പല്ലില്ലല്ലോ. അതെന്താണെന്നറിയാൻ പാടില്ല. അമ്മാമ്മയുടെ നഖം വെട്ടണത് ആ പരിപാടിയൊന്നും എനിക്കൊന്ന് ഒടിഞ്ഞു പോവുമായിരിക്കും ഓട്ടോമാറ്റിക്. ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. ചിലപ്പോ അവരുടെ മുത്തശ്ശിമാരും നഖം വെട്ടണമെന്നും ചിലപ്പോ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അതെന്താണ് അതിന്റെ ഹോബി കണ്ടിട്ടുണ്ടോ? മുത്തശ്ശി നഖം വെട്ടണം ഇങ്ങനെ കൈ കൊണ്ട് എന്തോ ഒരു പരിപാടിയൊക്കെ ആയിരിക്കും. ഞാൻ നഖം വെട്ടണമൊന്നും കണ്ടിട്ടില്ല. എന്നാൽ നഖം ഇല്ലതാനും കയ്യിലൊന്നും, ക്ലീൻ ആണ്. ഇതൊക്കെ ഒരു വെറൈറ്റിയാണ് സംഭവം. നമ്മളൊക്കെ 40 വട്ടം നഖം വെട്ടുന്നു, ത്രെഡ് ചെയ്യുന്നു, മുടിയിരുന്നു, കറുപ്പിക്കുന്നു, ചൊമ്പിക്കുന്നു, എന്തൊക്കെ പരിപാടിയാണ്. അവർക്ക് എന്നാലും ആ ഒരു ഹൈജീനിലോ അവരുടെ ക്യൂട്ട്നെസ്സിലോ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. എന്നാ ഇതൊന്നും അവർ വേറെ എങ്ങും പോയി ചെയ്യണില്ല, ഒന്നും ചെയ്യണില്ല. ഈ അമ്മാമ്മയിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ചിരി. അമ്മാമ്മ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കും. ആണോ? ചിരിച്ചു കണ്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. ചിരി അടിപൊളിയാണ്. അമ്മാമ്മ ഏറ്റവും കൂടുതൽ ജിൻസിനെ ശകാരിച്ചിരിക്കുന്നത് എന്തിനായിരിക്കും? ശകാരിച്ചേക്കുന്നത് ഞാനേ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറന്നു പറയും.
വൈഫിനോടാണെങ്കിലും പിള്ളേരോടാണെങ്കിലും അനിയനോടാണെങ്കിലും അമ്മാമ്മ പറയും എല്ലാ കാര്യങ്ങളും അങ്ങനെ നമ്മൾ വിചാരിക്കണ പോലെ നടക്കണമെന്നില്ല. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അവരുടെ രീതിക്ക് ചിന്തിക്കുമ്പോൾ അത് ശരിയുണ്ടാവും. നമ്മൾ ചിന്തിക്കണ മാത്രമാണ് ശരി, അത് തന്നെ അവൻ ചെയ്യണമെന്ന് ചിന്തിക്കരുത്, വിട്ടുകളാ. ഞാനപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് ഇപ്പം മാറി. ഒരിടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെ അങ്ങനെ വേണം ഇങ്ങനെ വേണം ഇതാണ് ശരി എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എല്ലാം അങ്ങനെയല്ല. പിന്നീട് ആ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അക്സെപ്റ്റ് ചെയ്ത്. അമ്മാമ്മ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, അടിച്ചിട്ടേ ഇല്ല. അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല ഞങ്ങളുടെ ഇടയിൽ. തല്ലണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഇല്ല, അത്രയ്ക്കും ഒന്നും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടില്ല അല്ലേ ഞങ്ങൾ. അതായത് ഇപ്പൊ മെയിനായിട്ട് ശകാരിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മദ്യപാനം, പുകവലി, അങ്ങനെയുള്ള പരിപാടികളൊക്കെ വേണം. അതൊന്നും നമുക്ക് ഇല്ല. പിന്നെ തല്ല് കിട്ടേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ തല്ല് കിട്ടണ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയിക്കാറില്ല. അങ്ങനെ പറയൂ. അതും സത്യമാണ്, ഞാൻ ഒളിപ്പിക്കേണ്ട കാര്യങ്ങൾ അമ്മാമ്മ കേൾക്കുന്നുണ്ടല്ലോ. ഒളിപ്പിക്കേണ്ട കാര്യങ്ങൾ അമ്മാമ്മനെ പോലും അറിയാതെ ഒളിപ്പിച്ച് വെക്കുന്ന കൊച്ചു കള്ളനാണ് ഈ അമ്മാമ്മയുടെ. അങ്ങനെ ഓക്കെ. ഇനി ഈ അമ്മാമ്മയുടെ കൊച്ചുമോൻ ഈ ഒരു യൂട്യൂബ് കണ്ടന്റ് എന്നുള്ള ആ ഇതിലേക്ക് എത്തിയത്, ഈ ഒരു ഇപ്പം വലിയ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കലൊരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ ആ ഒരു യാത്രയെക്കുറിച്ച് പറയും. അത് സംഭവം നാട്ടിൽ നിൽക്കുന്ന സമയത്ത്. ഏത് പ്രായത്തിൽ? അല്ല, ഈ ഒരു 5-6 വർഷം മുമ്പ് എനിക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് മേ ബി ഒരു 7 വർഷം. 2018 തുടങ്ങിയത് യൂട്യൂബ്. ഈ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബ് അല്ല. 2019 ജനുവരി 21 ഞാൻ ഫേസ്ബുക്കിൽ പേജ് തുടങ്ങുന്നത്. അപ്പൊ 2010 അത് കൂട്ടിയാൽ മതിയാണ്. അപ്പൊ 2019 ടു ഇപ്പൊ 26 തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു ജേണിയുടെ സ്റ്റാർട്ടിങ് ഇത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ, അല്ല 2019 ഡിസംബർ 7 ഞാൻ അച്ചാറിന്റെ ലോഞ്ച് ചെയ്യണത്. അപ്പൊ ആ 1 വർഷം, സ്റ്റാർട്ടിങ്ങിൽ മറ്റേത് ലാസ്റ്റിൽ. ആ 1 വർഷത്തിന്റെ ഇടയിൽ യൂട്യൂബ് ചാനൽ ആ 1 വർഷം കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് വന്ന് അതിന്റെ ഇടയിൽ തന്നെ ഞാൻ. അപ്പൊ അന്ന് ആ യൂട്യൂബ് ചാനൽ അമ്മാമ്മയുടെ കൂടെ ഇരുന്ന് നിങ്ങൾ വിശേഷങ്ങൾ, പള്ളി പോകുന്ന വർത്തമാനങ്ങൾ അതല്ല ചെയ്തിരുന്നേ. അമ്മാമ്മയുടെ ഒപ്പം കണ്ടന്റ് ആണ് ഇത്. ഓൺ വോയിസ് കണ്ടന്റ് ഓരോന്ന് പള്ളി പോണ വിശേഷങ്ങളല്ല ഞങ്ങൾ ചെയ്തത്. പക്ക അതും കണ്ടിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ തന്നെ ഞങ്ങളുടെ കണ്ടന്റ് ആയിരുന്നു. അതായത് അമ്മാമ്മ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ സൂചിയിൽ നൂല് കോർക്കാൻ പറ്റുള്ള. അപ്പൊ അമ്മാമ്മ പറയുന്നു എനിക്ക് പ്രായമായതുകൊണ്ട് കണ്ണിന് കാഴ്ച കിട്ടാത്തതുകൊണ്ട് കോർക്കാൻ പറ്റുള്ള എന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറയണത് പ്രായമായതുകൊണ്ടല്ല, ഇവിടെ വെളിച്ചം കുറവായതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കോർത്ത് കൊടുത്തിട്ട് ഞാൻ പറയുന്നു മറ്റുള്ളവരുടെ സങ്കടമാവുന്നില്ലെങ്കിൽ ചില കള്ളങ്ങൾ നല്ലതാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു കണ്ടന്റ് ആണ് ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞ് എവറഡി ബാറ്ററിയുടെ 9 കൂടി ഉള്ളിൽ കൂടി പൂച്ച ചാറിന ബാറ്ററി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുന്ന അമ്മാമ്മ. പിന്നെ ക്രിക്കറ്റ് കളിയുടെ വിക്കറ്റ് 2 പോയി കഴിയുമ്പോ നേരത്തെ പോയ വിക്കറ്റ് കിട്ടിയാന്ന് ചോദിക്കുന്ന അമ്മാമ്മ. അങ്ങനെ ഓരോ നിഷ്കളങ്കമായ ചോദ്യങ്ങളിലൂടെയാണ്. അല്ല, അങ്ങനെ അമ്മാമ്മയുടെ കൂടെ ചേർന്നിരുന്നോണ്ട് ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റ് ചെയ്യണം എന്ന് ജിൻസന് തോന്നിയത് അതെന്തോ എങ്ങനെയാ? അത് വേറെ ആര് പറഞ്ഞാലും ചളിയാവുന്ന കുറെ കാര്യങ്ങളും വേറെ ആര് പറഞ്ഞാലും സ്വീകരിക്കപ്പെടാത്ത കുറെ ഉപദേശങ്ങളും അമ്മാമ്മയിലൂടെ അവതരിപ്പിച്ചപ്പോ സ്വീകരിക്കപ്പെടുന്നു. അതൊരു രസമായിട്ട് തോന്നി. അല്ല, കാരണം വേറെ ഒന്നും ജിൻസൻ ഇതിനു മുമ്പ് അമ്മയുടെ കൂടെയോ അച്ഛന്റെ കൂടെ അങ്ങനെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അമ്മാമ്മയുടെ കൂടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അമ്മാമ്മയുടെ ഒപ്പം അല്ല സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒപ്പം തുടങ്ങിയത്, സഞ്ജു എന്ന് പറയുന്ന കൂട്ടുകാരൻ. അവൻ ചിലപ്പോ ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുന്നുണ്ടാവും. അവൻ മരിച്ചുപോയി, ആക്സിഡന്റിൽ മരിച്ചുപോയി. അവന്റെ കൂടെയാണ് ആദ്യം തുടങ്ങിയത്. അതിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ഞാൻ അമ്മാമ്മയുടെ ഒപ്പം ആയത്. അവനും അപ്പൊ കൂടി ഉണ്ടായി. പിന്നെ ആക്സിഡന്റ് സംഭവിച്ചു. അപ്പൊ അമ്മാമ്മ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിട്ട്. അല്ല, അമ്മാമ്മയുടെ ഈ ഒരു എൻട്രി അമ്മാമ്മ നിങ്ങൾ ഇങ്ങനെ ഷൂട്ട് അമ്മാമ്മ ഇതൊക്കെ കണ്ടിരിക്കും, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയും. പിന്നെ ഞങ്ങളെ മേക്കപ്പ് ഒക്കെ ഇട്ട് തരും. ഞങ്ങൾ കുഞ്ഞിക്കൂനാവുമ്പോ എൻ്റെ അനിയനെ പെണ്ണൊക്കെ ആക്കി മുടിയൊക്കെ വാർമുടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തൊക്കെ തന്ന അമ്മാമ്മയാണ്. അപ്പൊ ഞാൻ കുഞ്ഞിക്കൂനായി, അവൻ പെണ്ണായി. അപ്പൊ ഞങ്ങളെ കുഞ്ഞന്റെ പെണ്ണിന് അതൊക്കെ റീല് കളിച്ച് അന്ന് ലീവിന് വന്നപ്പോഴേക്ക് ഇങ്ങനെ ചെയ്തപ്പോഴേക്ക് അമ്മാമ്മ എല്ലാവരും കൊണ്ട് കൂടി ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അനിയൻ തിരിച്ചുപോയി, ഞാനും അമ്മാമ്മയും മാത്രമായപ്പോ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ അമ്മാമ്മയെന്നും പറഞ്ഞിട്ട് ചെയ്തതാണ്. പറഞ്ഞപ്പോ തന്നെ അമ്മാമ്മ ഓക്കേ പറഞ്ഞു. അത് ഇതിനേക്കാളൊക്കെ മുമ്പ് ഈ ടിക്ടോക്കും യൂട്യൂബൊക്കെ തുടങ്ങണേക്കാളൊക്കെ മുമ്പ് 2015 ഞാനും അമ്മാമ്മയും കൂടി മാഷ് എന്നും പറഞ്ഞിട്ടാണ് അന്ന് അതുണ്ടായി. അത് ചെയ്തിട്ടുണ്ട് ഞാനും അമ്മാമ്മയും കൂടി ഒരു വീഡിയോ. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. അന്ന് അമ്മാമ്മ കുറച്ചും കൂടി ചെറുപ്പം, അന്ന് ഞാനും ചെറിയ, അതായത് ഇത്രയും ഇല്ല ഈ വീഡിയോ ഒക്കെ. അത് അന്ന് മുതലേ അമ്മാമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അല്ലാതെ ഈ ഒരു വീഡിയോന് വേണ്ടിയിട്ട് അമ്മാമ്മ വന്നതൊന്നുമല്ല. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമൊക്കെ തുടങ്ങണേക്കാളും ചിന്തിക്കണേക്കാളൊക്കെ മുമ്പേ 2015 ഞങ്ങൾ ചെയ്ത വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്.
ഓക്കെ. അപ്പൊ ഓരോ വീഡിയോ എടുത്തു കഴിയുമ്പോൾ അമ്മാമ്മയ്ക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടോ ഇതെങ്ങനെയാന്ന് കാണാൻ, അല്ലെങ്കിൽ ആൾക്കാർക്ക് എടാ ഇത് വൈറലായോ ഇഷ്ടായോ ചോദിക്കോ അങ്ങനെയൊക്കെ? എടുത്തു ചോദിക്കും. അതിപ്പോ അത് കേട്ടിട്ടാണോ അല്ലെങ്കിൽ ആ സെയിം ക്യൂരിയോസിറ്റി മറ്റുള്ളവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണോ എന്ന് അറിയാൻ പാടില്ല. വീട്ടിലുള്ള അപ്പച്ചനും ചോദിക്കും, എടാ ഇന്നലെ ഇട്ട എങ്ങനെയുണ്ട് കേറിയത് അപ്പൊ അമ്മാമ്മ അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനോടൊക്കെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നലെ ഒരു വീഡിയോ ഇട്ടു അത് അങ്ങോട്ട് പോയേക്കാണ് ഇങ്ങനെ. തോറും മെസ്സേജാണ്. ഞാൻ പറഞ്ഞു അത്രയും തള്ളണ്ട. അപ്പൊ അമ്മാമ്മ അവര് കാണുന്നുണ്ടാവില്ല, കുഴപ്പമില്ല. കൊള്ളാലോ അമ്മാമ്മ. അമ്മാമ്മ ചോദിക്കും, എടുത്തു ചോദിക്കും, എടാ മറ്റേ കേറിയാ? ഞാൻ പറഞ്ഞല്ല അത് കയറുമെന്ന്. അത് കയറും. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ അമ്മാമ്മയുടെ ഒരു മിനിമം ഒരു എക്സ്പെക്ടേഷൻ ഇത്രയായോ, ഇത്രക്കേ ആയോ, ഇവിടെ വരെ എത്തിയോ, അങ്ങനെയൊക്കെ ചോദിക്കോ? അമ്മാമ്മ പറയണത് എല്ലാരും കാണുന്നുണ്ടെന്നാണ്. അപ്പൊ ഞാനത് തിരുത്താൻ പോകൂല, സകലരും കണ്ടിട്ടുണ്ടെന്ന് പറയും. എന്താ കുഴപ്പം, സന്തോഷിക്കട്ടെ. അമ്മാമ്മയുടെ വിചാരത്തിൽ അങ്ങനെയാണ് അല്ലേ ലോകം. അമ്മാമ്മ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ പോലെ അത്രയും കാൽക്കുലേഷൻസ് അല്ല. അമ്മാമ്മ വിചാരിച്ചിരിക്കുന്നത് കുറച്ച് പേര് കാണാനിരിപ്പുണ്ട്, അവരിലെല്ലാവരിലേക്കും ഇത് എത്തിയോന്ന് അറിഞ്ഞാൽ മതി അമ്മാമ്മക്ക്. അല്ലാതെ ഈ വൈറൽ ആ പരിപാടിയല്ല. ഒരു കുറച്ച് പേര് അമ്മാമനെ സ്നേഹിക്കുന്ന, അമ്മാമനെ വിളിച്ച് പറയുന്ന, മെസ്സേജ് അയക്കുന്ന കുറച്ച് പേരുണ്ടെന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആ ഓടി വന്ന് കാണാറുണ്ടെന്നൊക്കെ പറയുമ്പോ അപ്പൊ ഇവരെയൊക്കെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് കുറച്ച് പേരുണ്ടെന്നുള്ളതിന്റെ ഒരു സംഭവം മൈൻഡിൽ വന്നിട്ടുണ്ട്. അവരിലെല്ലാരിലേക്കും ഇത് എത്തിയോ, അതാണ് അമ്മാമ്മ നോക്കണുള്ളൂ. ആ ഒരു സർക്കിളിലേക്ക് ഇത് എത്തിയ എത്തി. അപ്പൊ ഏതെങ്കിലും ഒരു വീഡിയോ അമ്മാമ്മയുടെ അടുത്ത് ജിൻസൺ കറക്റ്റ് പറയുന്നുണ്ടാവില്ല അല്ലെ? കാരണം ഏതെങ്കിലും ഒരു വീഡിയോ അമ്മാമ്മ പ്രതീക്ഷിച്ച അത്രയും തന്നെ എത്തിയിട്ടില്ല, അങ്ങനെയുള്ള പറയാറില്ല. ഞങ്ങള് പ്രതീക്ഷിച്ചടുത്ത് എത്തി. ഒരു 5-6 പേര് കണ്ടാലും എത്തി. ഞങ്ങൾ ഇത് ആരെയും 50,000 പേരെ കാണിക്കാന്ന് പറഞ്ഞിട്ടും തുടങ്ങിയതല്ല. നമ്മൾ ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ സക്സസ് ആണെന്നുള്ള രീതിയിലായിരിക്കണേ. കാര്യം ആ ഒരു ഉദ്ദേശിക്കുന്ന ഒരു ഫീല് കിട്ടിയാൽ മതി ഞങ്ങൾക്ക്. നമ്മുടെ ആ ഒരു സർക്കിള് വീടിന്റെ ഉള്ളിൽ കിട്ടുന്ന ഇതിനെ കയ്യടിയൊക്കെ കിട്ടാറുണ്ട് വീട്ടിലെ അപ്പച്ചനൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിരൂപകൻ അപ്പച്ചനാണ്. അപ്പച്ചൻ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് വിട്ടോ, കേറിപ്പോ. ചിലതൊക്കെ അപ്പച്ചന്റെ കണക്കൂട്ടലും പാളി പോവാറുണ്ട്. ചിലത് ഏക്കൂലെന്ന് പറയണൊക്കെ ചിലത് കേറാറുണ്ട്. ചിലത് അപ്പച്ചന് മനസ്സിലാവൂല. അതായത് കുറച്ച് ന്യൂജൻ കണ്ടന്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അപ്പച്ചന് കണക്ട് ആവൂല. അപ്പൊ അപ്പച്ചൻ പറയും ഇത് മനസ്സിലായി, കേറൂലട്ടാ. ചിലപ്പോ അത് കേറും. ഇതേപോലെ ഈ ഇടയ്ക്ക് അപ്പച്ചൻ പറഞ്ഞൊരു സംഭവം അത് കറക്റ്റ് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വൈറലായ ഒരു സംഭവമായിരുന്നു. അപ്പച്ചൻ മധുരം കൊടുക്കാൻ പോണ്. അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോ അപ്പച്ചൻ പറയാണ് എന്റെ മകൻ വയസ്സറിയിച്ചെന്ന് പറയാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും, മകൻ വയസ്സറിയിച്ചു എന്താണ് അങ്ങനെ? അപ്പൊ പറയാണ് ഇന്നലെ അവന്റെ അടുത്തൊരു കാര്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ അവൻ തർക്കുത്തരം പറഞ്ഞ് തട്ടിക്കേറി. ആൺപിള്ളേര് മാതാപിതാക്കളുടെ എതിരെ തട്ടിക്കേറലും ഒച്ചയെടുത്ത് സംസാരിക്കുന്നതും ആണ് ആൺപിള്ളേര് വയസ്സറിയിക്കുന്നത്. അതിന്റെ മധുരം തരാൻ വന്നാണെന്ന് പറഞ്ഞ്. അത്രേ ഉള്ളൂ, ചെറിയ കണ്ടന്റ് ആണ്, പക്ഷെ അത് കേറി. അത് അപ്പച്ചൻ പറഞ്ഞ പോലെ തന്നെ സൂപ്പറാണ്. അപ്പൊ ഈ ഓരോന്നും നിങ്ങൾ വീഡിയോ ഓരോന്നും കാണുമ്പോഴേ ഏകദേശം ജിൻസൺ ഉണ്ടാവില്ലേ ഇത്രയൊക്കെ കയറുമായിരിക്കും, അല്ലെങ്കിൽ ഓക്കെ ഇന്ന് നമ്മളൊരു കണ്ടന്റ് എടുത്തു, ഇനി നമുക്ക് എന്ന് അടുത്ത കണ്ടന്റ് ചെയ്യണം, ഇതൊക്കെ ജിൻസന്റെ മനസ്സിൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അങ്ങനെയല്ല, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്കിപ്പോ ഏതെങ്കിലും ബസ്സിൽ പോകുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ റീല് കാണുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ വീണ് കിട്ടുന്ന ഒരു BGM, ആ BGM-നെ വെച്ചിട്ടാണ് ഞാൻ ക്ലൈമാക്സിൽ കണ്ടന്റിനെ ആലോചിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് സ്റ്റോറി ഉണ്ടാക്കും. ഇങ്ങനെയാണ് ഞാൻ കണ്ടന്റിനെ കൂടുതലും എനിക്ക് ആ ഒരു ഫീല് കിട്ടണം. ഇതൊരു സെന്റി ആവട്ടെ അല്ലെങ്കിൽ ഇതൊരു തമാശ, അങ്ങനെയാണ് പലതും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ കണ്ടന്റ്, ഇങ്ങനെ കണ്ടന്റുകൾ പലയിടത്തുനിന്ന് കേട്ടതും നമ്മള് ശ്രദ്ധിച്ചതും നോട്ട് ചെയ്തതായിട്ടുള്ളത് ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ടാവും. അപ്പൊ ഞാൻ ഈ നീ ചൊല്ലും പാട്ടിൽ പോലും കഥയിൽ പോലും ഞാനില്ലെന്നറിയാം ആ ഒരു പാട്ടുണ്ടല്ലോ, അതിനകത്താണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ കൗമാരത്തിലെത്തണ കുട്ടി കൂട്ടുകാരോട് പറയണ കഥകളിലൊന്നും ചിലപ്പോൾ മാതാപിതാക്കൾ ഉണ്ടാവണമെന്നില്ല. ആ ഒരു പ്രായം അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടന്റും കൂടി വന്നപ്പോ ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് അപ്പച്ചൻ ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ് ഇന്നലെ അവൻ എന്റെ നേരെ ഇങ്ങനെ ശബ്ദം ഉയർത്തി സംസാരിച്ചെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നിടത്ത് ആ പാട്ടാണ്. അപ്പച്ചന്റെ ആ സെന്റി ആയിട്ടുള്ള നടക്കലും നീ ചൊല്ലും കഥയിൽ പോലും അപ്പൊ ആ ഒരു സാധനം ഭയങ്കരമായിട്ട് കണക്ട് ആവും. ഇങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യണത്. അപ്പൊ നമ്മൾ ആ ഉദ്ദേശിച്ച സാധനം പ്രേക്ഷകർക്കും കൂടി കണക്ട് ആയി കമന്റ് നമ്മൾ ഉദ്ദേശിച്ച ആ സാധനം തന്നെ വീഴുമ്പോ നമ്മളിലെ ആ ഒരു കണ്ടന്റ് ക്രിയേറ്റർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതാണ് അതിനകത്തൊരു. അപ്പൊ ഏകദേശം ഒരു കണ്ടന്റ് ഒരു ആഴ്ചയിൽ ഇത്ര എണ്ണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും മനസ്സിലൊരു കാൽക്കുലേഷനോ അങ്ങനെ ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായി, എല്ലാ ആഴ്ചയും 2 എണ്ണം വെച്ചെന്നുള്ള രീതിയിൽ. പിന്നെ വന്നപ്പോ കണ്ടന്റ് ദാരിദ്ര്യം ഓട്ടോമാറ്റിക്കലി വന്നു തുടങ്ങും. പിന്നെ ആവർത്തന വിരസത വരരുത്, ചെയ്ത പോയ അതേപോലത്തെ തന്നെ വരരുത്.
പിന്നെ വെറുപ്പിക്കരുത്, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതല്ല, ഇത് തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലില്ല. അപ്പൊ കുറച്ചും കൂടി ശ്രദ്ധിച്ച്, പിന്നെ അമ്മാമ്മയുടെ കണ്ടന്റുകളൊക്കെ കുറച്ചും കൂടിയൊക്കെ ഫിൽട്ടർ ചെയ്ത് ചീത്തയൊന്നും കേൾക്കാത്ത രീതിയിൽ കണ്ടന്റുകൾ കിട്ടുമ്പോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പൊ അമ്മാമ്മയാണെങ്കിലും വളരെ ഇതായിട്ട് വെയിറ്റ് ചെയ്യോ? ഓക്കെ, ഇന്ന് നമ്മളൊരു ഷൂട്ട് ചെയ്തു, ഇനി എന്നാണ് മോനെ നമ്മൾ അടുത്തത് ഷൂട്ട് ചെയ്യാ, നമ്മൾ എന്നാ അങ്ങനെ ചോദിക്കുകയും ചെയ്യാം. എങ്ങനെ പുതിയതൊന്നും ആയില്ലേടാ. എന്നിട്ട് അമ്മാമ്മയുടെ വക എന്തെങ്കിലും സബ്ജക്ട് കോൺട്രിബ്യൂട്ട് ചെയ്യോ? സബ്ജക്റ്റിലുപരി അമ്മാമ്മ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ ഉണ്ട്, അതാണ് വീഡിയോന് ജീവൻ നൽകുന്നത്. ചില ഒന്നുമില്ലാത്ത വീഡിയോസ് വരെ അങ്ങ് ഹൈപ്പിലേക്ക് എത്തിക്കാൻ അമ്മാമ്മയുടെ ആ ഒരു മോഡുലേഷൻ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ചിലതൊക്കെ വെറുതെ സിമ്പിൾ കണ്ടന്റ് ആയിരിക്കും, പക്ഷെ അമ്മാമ്മ അത് അവതരിപ്പിക്കുമ്പോ കിട്ടണ ഒരു ലൈഫ് ഉണ്ട് ആ വീഡിയോന്, അതുകൊണ്ട് മാത്രം ഹിറ്റ് ആവാറുണ്ട് ചില വീഡിയോസ്. അങ്ങനെ അമ്മാമ്മ പറഞ്ഞൊരു പഞ്ച് ഡയലോഗ് അല്ല, ഈ കഴിഞ്ഞ ദിവസം ഞങ്ങള് കുറെ നാളുകൾക്ക് ശേഷം ഒരു മാഷ് പോലെ ഒരു സംഭവം ചെയ്ത്, ദിലീപ് വന്നിട്ട് ഇങ്ങനെ പറയണത് ഗോപാലകൃഷ്ണൻ, അത് അമ്മാമ്മ അവതരിപ്പിച്ച ഒരു സാധനത്തില് ആളുകൾക്ക് ഒരു രസം തോന്നണം. നമ്മൾ എന്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്തൊരു സുഖം തോന്നുന്നിടത്താണുള്ള ആ വീഡിയോ വീണ്ടും വാച്ച് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ തോന്നണം. അത് അമ്മാമ്മക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു ഏഞ്ചൽ പ്രസൻസ് അമ്മാമ്മയുടെ ഉണ്ട്. ഒരു സാധനം പ്രേക്ഷകരുടെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കലാണ് ഇതെല്ലാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് അമ്മാമ്മയുടെ ആവോളം ഉണ്ട്. അതൊക്കെ അമ്മാമ്മ ഒരൊറ്റ ടേക്കിലാണോ അമ്മമ്മയുടെ എല്ലാം? അതോ ഞാൻ ചെയ്ത് ശരിയല്ല, ഞാൻ ഒന്നും കൂടെ ചെയ്യാം? അങ്ങനെയല്ല, തെറ്റിക്കഴിഞ്ഞാൽ അമ്മാമ്മ പറയാം അത് മതി, നീ വിട്ടോ, അത് ശരിയാണ്, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ പറയില്ല, ഒന്നും കൂടി, ഒരെണ്ണം കൂടി എന്നാ പറയേണ്ടത്. എന്നിട്ട് ചിലപ്പോ ഒരു പക്ഷേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അമ്മാമ്മ ഓക്കെ എന്ന് പറയുന്ന സാധനമില്ലേ, എഡിറ്റിംഗ് ടേബിളിൽ എത്തുമ്പോൾ ചിലപ്പോ അത് തന്നെ ആയിരിക്കും നമ്മൾ എടുക്കുക, ശരിയായിരിക്കും, അതിനകത്തൊരു സാധനം ഉണ്ടാവും. ആ ഒരു സാധനം പിന്നെ വേറെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ല നമുക്ക്. അതാണ്. അപ്പൊ നമ്മ അതിനകത്തുള്ള ചെറിയ അക്ഷരത്തെറ്റ് വിട്ടുകളയും, കാര്യം അതിലുള്ള ലൈഫ് പിന്നെ അതിനകത്ത് കിട്ടില്ല. അപ്പൊ അമ്മാമ്മ പറഞ്ഞ ശരിയാണല്ലോ, അതിലുണ്ടല്ലോ ആ സാധനം എന്നുള്ളത്, അത് തന്നെ എടുക്കും. ഈ അമ്മാമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ ചെറുപ്പം മുതൽ അമ്മാമ്മയ്ക്ക് ഈ അഭിനയം ഇത്തരത്തിൽ അതിനോടൊക്കെ ഒരു വല്ലാത്തൊരു താല്പര്യം ഉണ്ടായിരുന്നു? ഒരു സംഭവമേ അമ്മമ്മക്ക് അറിഞ്ഞുകൂടി ഉണ്ടായിരുന്നില്ല അമ്മാമ്മ പറയണേ. സ്കൂളിൽ ഇല്ല, അങ്ങനെ ഒന്നും നാടകമില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അമ്മാമ്മയുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം, എന്തോ ഒരു ആ കലാകാരി ഉണ്ട്, അല്ലാതെ അങ്ങനെ പറ്റില്ലല്ലോ. എളുപ്പമല്ല അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇതേ ഏജിലോ അല്ലെങ്കിൽ ഇതിലും താഴെയുള്ള ഏജിലുള്ള ഒരാളെ കൊണ്ട് ഒരു ഡയലോഗ് പറയിപ്പിക്കുമ്പോൾ ഉള്ള തപ്പലും പേടിയും ആ ഒരു ബ്ലാങ്ക് ആയി പോണ ഒരു അവസ്ഥയുണ്ട്. അത് നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോഴാണ് അമ്മാമ്മ പറയുന്നതിന്റെ, ഇപ്പൊ നമ്മൾ ഇതേപോലെ ഇരുന്ന് സംസാരിക്കുന്നത് ഒരുപക്ഷെ നമ്മളുടെ ഏജിന്റെ ഒക്കെ ഒരു ഇതുകൊണ്ടായിരിക്കാം. ഒരു 86 വയസ്സ് 90 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഇതേപോലെ പറയാൻ പറ്റണമെന്നില്ല. ക്യാമറയൊക്കെ ഇങ്ങനെ കൊണ്ട് ഫ്രണ്ടിൽ വെച്ചാൽ പോലും അമ്മാമ്മ അഭിനയിക്കും. സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ അങ്ങനെയുള്ള മൂവിങ് ഒക്കെ വന്നപ്പോഴും അമ്മാമ്മ ഇങ്ങനെ എന്നെ നോക്കിയിരുന്ന് സിമ്പിളായിട്ട് പറയും. ഒരു ദിവസം ഇതേപോലെ ക്യാമറ വന്നപ്പോൾ ഇതൊന്നും എടുത്ത് മാറ്റി ഒരാൾ സംസാരിക്കണില്ലേ, അപ്പൊ ഞാൻ പറയും അതിലാണ് ഷൂട്ട് ചെയ്യണത്. എന്നാ ഓക്കെ, നടക്കട്ടെ. അങ്ങനെ. അപ്പൊ ഇതിനിടയിൽ അമ്മാമ്മ സിനിമയിൽ അഭിനയിച്ചപ്പോഴും അമ്മാമ്മയ്ക്ക് അതൊരു പ്രത്യേകിച്ച് വേറൊരു വിഷയമായുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സിനിമ ഇതെന്റെ മോന്റെ ഇത് എന്നുള്ള രീതിയിൽ തന്നെ എല്ലാം ഈസി ആയിട്ട്. അല്ല, ഇത് മറ്റേതില് സിനിമ എന്നല്ല ചിന്തിക്കണത്, മറ്റേതില് വേറൊരാൾ പറഞ്ഞു തന്നെ, ഇതില് ജിൻസൺ പറഞ്ഞു തന്നെ, ഇത്രയുള്ള വ്യത്യാസം. സിനിമയാണ് ഇതൊന്നും ചിന്തിക്കണില്ല. എന്താണ് പറയേണ്ടത് അതാണ് പറയുന്നു സ്റ്റൈലായിട്ട്. അങ്ങനെ അമ്മാമ്മയുടെ കൂടെ നിരന്തരം ഓരോരോ യൂട്യൂബിൽ ഓരോ കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ കൊള്ളാലോ, അത്യാവശ്യം റീച്ച് കിട്ടുന്നുണ്ടല്ലോ, നമുക്ക് നമ്മുടെ വീഡിയോസിന് വേണ്ടി ആൾക്കാർ നല്ല നല്ല കമൻസ് പറയുന്നു, നമ്മളെ കേൾക്കാൻ ആൾക്കാർ നിൽക്കുന്നു, ഇങ്ങനത്തെ ആ ഒരു ഫീഡ്ബാക്ക് കിട്ടിയത് കൊണ്ടാണോ, എങ്ങനെയാ പിന്നെ ഇതൊരു പിക്കിൾ സംരംഭത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് നമുക്ക് വന്നിരിക്കുന്ന ക്ലയൻസിനെ, കസ്റ്റമേഴ്സിനെ, വ്യൂവേഴ്സിനെ അതൊരു ബിസിനസ്സിലേക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് എടുത്തൊരു ഐഡിയ? അതിന് 2 കാരണങ്ങളുണ്ട്. ഇങ്ങനെ ചിന്തിച്ചിട്ടല്ല, പിന്നെ ഇത് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങി അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പരസ്യ കമ്പനികൾ നമ്മളെ സമീപിച്ച്, ഈ മരുന്നിന്റെ പരസ്യം, ഒരുപാട് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അതിനകത്ത് തുടക്ക സമയത്ത് ഒരു മരുന്നിന്റെ പരസ്യം വന്നു, പിന്നെ എന്തോ ഒരു ഹോസ്പിറ്റലിൽ മുടി നരയ്ക്കാതിരിക്കാനുള്ള വെളിച്ചെണ്ണയുടെ പരസ്യം വന്നു. ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മരുന്ന് കമ്പനിയുടെ പരസ്യം ചെയ്തില്ല, വലിയ ഓഫറൊക്കെ തന്നാണ് ചെയ്തില്ല. പക്ഷെ അപ്പോൾ ഞാനിങ്ങനെ അമ്മാമനോട് പറഞ്ഞ, അമ്മാമേ ഇവരൊക്കെ നമ്മളെ സമീപിക്കുന്നത് നമ്മുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഇത് സെൽ ഔട്ട് ആവും എന്നുള്ള ഒരു ഇത് കൊണ്ടാണല്ലോ. കാര്യം ആ വെളിച്ചെണ്ണ കമ്പനിയുടെ പരസ്യക്കാർ വന്നിട്ട് അമ്മാമനെ ബ്രാൻഡ് അംബാസഡർ ആക്കി ആ ബോട്ടിൽ അമ്മാമ്മയുടെ ഫോട്ടോ വെക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ച്. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ ബോട്ടിലുമ്പോൾ തല വെച്ച് കൊടുക്കുന്നത്?
നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ അതും വെച്ചാൽ പോരെ. ജിൻസിന് തോന്നിയതാണോ അത്? അങ്ങനെ പ്രൊഡക്റ്റ് എന്താണെന്നൊന്നും അല്ല ചിന്തിക്കണത്, ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരെ എന്ന് ഇങ്ങനെ ആലോചിച്ച്. പക്ഷേ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഐഡിയ കിട്ടണില്ല. അങ്ങനെ ലീവ് കഴിഞ്ഞ് ഞാൻ ഖത്തറിലേക്ക് പോവാണ്. ഞാൻ ഖത്തറിൽ പോകുമ്പോൾ സ്ഥിരം പരിപാടി, ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പെട്ടിയിൽ പാക്ക് ചെയ്ത് അച്ചപ്പം, ഉണ്ട, കൊല്ലപ്പം, അച്ചാർ, ചെമ്മീൻ അച്ചാർ, ഇങ്ങനെ പരിപാടികളും നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഖത്തറിലേക്ക് പോയി. അവിടെ ചെന്നിരുന്ന് ക്യാൻറ്റീൻ്റെ ഫുഡിൻ്റെ ഒപ്പം നമ്മുടെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും കൂടി എടുത്ത് പൊട്ടിച്ച് വെച്ച് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് അനൂപേട്ടനും ഞാനും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇതിരുന്ന് കഴിക്കുന്ന സമയത്ത് അനൂപേട്ടൻ പറഞ്ഞു, ഇത് എവിടെ നിന്നാണ് അച്ചാർ, ചെമ്മീൻ അച്ചാർ വീട്ടിലുണ്ടാക്കുന്നത്? ഇത് കിടിലൻ സാധനമുള്ള. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കിടിലനാണല്ല, ഞാൻ ഇതിനു മുമ്പ് ഗൾഫിലുണ്ടായിരുന്ന സമയത്തും ഞങ്ങൾ ഇതേപോലെ പാക്ക് ചെയ്ത് കൊണ്ടുപോകും. ആ കുബൂസിന്റെ നടുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് ചുരുട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ആ രാത്രി തന്നെ ഈ 2-3 കിലോ ചെമ്മീൻ അച്ചാർ തിന്ന് തീർക്കും. ഇത് അടിപൊളിയാണ്, കുഴപ്പമൊന്നും തന്നെ. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് നിനക്ക് എന്നാ മാർക്കറ്റിൽ ഇറക്കാൻ വൈകൂടെ? അല്ല, അച്ചാറാവുമ്പോ ഇരുന്നോളും ചെയ്യും, ടേസ്റ്റും ഉണ്ട്, കഴിക്കണവര് വീണ്ടും വാങ്ങിച്ച്. എന്തിനീ പ്രവാസികളായിട്ട് പോണ 10 പേര് വാങ്ങിച്ച് തുടങ്ങിയാലും മതി. നിങ്ങളുടെ വീട് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്തായതുകൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചോളില്ല. അങ്ങനെ അന്നാലോചിച്ചൂടെ എന്ന് വെറുതെ ഈ ഊണ് കഴിക്കണ സമയത്ത് സംസാരിച്ച് വിട്ടുപോയ ഒരു സബ്ജക്റ്റ് നാട്ടിൽ വന്നു കഴിഞ്ഞ് എൻ്റെ കല്യാണവും കഴിഞ്ഞ് തിരിച്ച് യൂട്യൂബും പരിപാടിയായിട്ട് നടന്നാൽ പോരാ, തിരിച്ച് പോകണമല്ല എന്നുള്ളൊരു ആ ഒരു വൈ ജംഗ്ഷനിൽ ഞാനിങ്ങനെ എത്തിയേക്കാണ്. ഒന്നില്ലെങ്കിൽ ഗൾഫ്, അല്ലെങ്കിൽ യൂട്യൂബും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കണം. ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഒരു ജംഗ്ഷനിൽ ഞാൻ എൻ്റെ തീരുമാനമായിട്ട് ഇങ്ങനെ എത്തി. ഞാനങ്ങനെ വീട്ടിലിങ്ങനെ പറയുന്നു, ഞാനിനി ഗൾഫിലേക്ക് തിരിച്ചു പോകണില്ല. അപ്പം അപ്പച്ചൻ പറഞ്ഞു, അത് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പലർക്കും ഇങ്ങനെ തോന്നാറുണ്ട്, അത് നോക്കണ്ട, പോവാൻ നോക്ക്. അപ്പം ഞാൻ പറഞ്ഞു, അതല്ല, ഞാനിങ്ങനെ ഒരു അച്ചാറിൻ്റെ പരിപാടി തുടങ്ങിയാൽ എൻ്റെ പൊന്നു ജിൻസാ, പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു 10 അച്ചാർ കമ്പനിക്കാരെങ്കിലും ഉണ്ടാവും. ഈ കുടുംബശ്രീക്കാർ, ബാക്കിയുള്ള ഹോട്ടലുകാർ, അതിൻ്റെ ഒപ്പം തന്നെ അച്ചാർ കമ്പനി, മീൻ കച്ചവടക്കാർ, അതിൻ്റെ ഒപ്പം തന്നെ അച്ചാറിൻ്റെ പരിപാടി, ഇതൊക്കെ ഉണ്ട്. നീ അതിൻ്റെ ഇടയിൽ ഇതും കൊണ്ട് ഇറങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഭയങ്കര ബഹളമായി. അങ്ങനെ ഒരു രക്ഷയില്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തീരുമാനത്തിൽ അങ്ങോട്ട് ഉറച്ച്, അച്ചാറും യൂട്യൂബും തന്നെ കേട്ട് തന്നെ മുമ്പോട്ട് പോവാം. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.